താരങ്ങളെ കണ്ടു. ഇത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ. അപ്പോൾ ഇത് ഇന്നലത്തെ സംഭവം. അതൊക്കെ അറിയാണ്ട് എൻ്റെ ചേട്ടൻ മീൻ വാങ്ങി വെച്ചു കേട്ടോ. ഇത് 2 എണ്ണം 100 രൂപയെന്ന്. ഇത് ഇത്രയും 150 രൂപയും ഇത് 2 100 രൂപയും. പിന്നെ നമ്മുടെ ഞണ്ട് ഇത് 200 രൂപയാണ്. എത്ര എണ്ണം ഉണ്ടോ എന്തോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറി വയ്ക്കണം. ജോലിയും കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എപ്പോഴിനി കറി വെച്ചൊക്കെ കഴിക്കാനാ എന്തോ എനിക്കറിയില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ ഒന്ന് വാങ്ങിയപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പാചകം ചെയ്യട്ടെ. പാചകം ചെയ്തതിന് ശേഷം കാണാം നമുക്ക്. പാചകമൊക്കെ ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് നിന്നാലേ ഇന്ന് എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാചകമൊന്നും കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും ചേച്ചി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഞണ്ട് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കണേ. ഞാൻ ഞണ്ട്, കൊഞ്ച്, കണവ ഇതൊക്കെ തേങ്ങ വറുത്താണ് വെക്കുന്നത്. ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ടേ വറുക്കുന്നതുകൊണ്ട് നമ്മളെ ചട്ടി ആടി കളിക്കുന്നത് കണ്ടോ. സ്റ്റാൻഡ് മുകളിൽ ഇരിക്കുകയാണേ. ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് മുകളിലിരിക്കുന്നു. അപ്പോൾ അതിപ്പോൾ എടുക്കാൻ മടിച്ചിട്ടാണ്. എന്തായാലും ചേച്ചി തേങ്ങ വറുത്തെടുക്കട്ടെ. ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. തേങ്ങ മൂത്തതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത് ഇറക്കാനായിട്ടുണ്ട്. വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഞണ്ടിന് അരച്ച് വെച്ചിട്ടുണ്ട്. ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോൺ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാദ്യം വീഡിയോ എടുക്കണ്ടെന്ന് കരുതി, പാചകം ചെയ്തതിന് ശേഷം കാണിക്കാമെന്ന് കരുതി. പിന്നെ കരുതി എന്നാൽ ഇതിൻ്റെ കൂടെ വീഡിയോയും കൂടെ എടുക്കാം. അങ്ങനെയാണ് ചേച്ചി വീഡിയോ എടുക്കുന്നത്. അപ്പം അതിലോട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. കിടക്കട്ടെ. കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കണേ. കൊച്ചുള്ളിയൊക്കെ ഞാൻ പൊളിച്ച് മുഴുവനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അത് എണ്ണയിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിക്കോളും. നമ്മൾ ചിക്കൻ കറി മട്ടനൊക്കെ വെക്കുമ്പോഴത്തേക്ക് കൊച്ചുള്ളിയൊക്കെ മുഴുവനിട്ടല്ലേ വെക്കുന്നത്. അപ്പം ഞാൻ കീറാനൊന്നും നിന്നില്ല. ഇതൊക്കെ ഒന്ന് കിടന്ന് സെറ്റാവട്ടെ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പാചകം പലർക്കും പല രീതിയാണ്. എൻ്റെ പാചകമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ചിലർ ഉപ്പ് ലാസ്റ്റ് ഇടും. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഉപ്പ് എന്തെങ്കിലും ഉള്ളിയോ തക്കാളിയൊക്കെ വഴറ്റാൻ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം നമുക്കിനി ഇതിലോട്ട് ഒരടപ്പെടുത്ത് വെച്ച് അടയ്ക്കാം. അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ. റെഡിയായതിന് ശേഷം നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ഫോണ് പുകയുടെ ഇതിൽ കാണാൻ പറ്റുമുണ്ട്. ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിലോട്ട് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായതിന് ശേഷം അരപ്പൊഴിച്ച് കൊടുക്കുക. നോക്കാം. ഞണ്ട് പിന്നെ അതിലോട്ട് അരപ്പൊഴിച്ച് കൊടുക്കാവേ. അതിൽ പാത്രം ഒന്ന് കഴുകി ഒഴിക്കണം. അത് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് ഇച്ചിരി
പാത്രം കഴുകിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഞാനിവിടെ നവര കറി വയ്ക്കാൻ വേണ്ടി അതും അരച്ചടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ കൊച്ചു നവര വാങ്ങിച്ച് വെച്ചേക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ വാങ്ങിച്ച് വെച്ച നവര എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് അത് കറി വയ്ക്കുന്നില്ല. അപ്പോൾ അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. കറി തിളച്ചിട്ട് മീനിട്ട് കൊടുക്കുക. ഞണ്ട് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ നവര മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ മീൻ പറക്കിയിടുന്നുണ്ട്. ഇന്നലെ കാണിച്ചല്ലോ. അപ്പോൾ അത് കുറച്ച് വറുക്കാനും എടുത്ത് കുറച്ച് കറി വയ്ക്കാനും എടുത്തു. മീൻ വറുക്കായിട്ട് കൊടുക്കാം. വറുക്കായി ഇന്നലത്തെ തലയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് പ്രത്യേകം മീൻ പ്രത്യേകമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരെ ഇല്ലാത്ത സമയത്താണ് നമ്മളിതും കൂടെയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കലാപരിപാടിയാണ്. ഈ ഞണ്ടൊക്കെ കറി വെക്കണമെന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ളതാണ്. ഞണ്ട്, കൊഞ്ച്, കണവയൊക്കെ കറി വെക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലി, പണിയുള്ളതാണ് അത്. അപ്പോൾ അതും അടുപ്പിലായിട്ടുണ്ട്. മീനും വറുക്കായിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടേ ഉടഞ്ഞു പോകണം. അതും തല പ്രത്യേകം ഇടാം. റെഡിയായിട്ടുണ്ട്. ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. മീൻ വറുക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊളിച്ചെറി വയ്ക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പുളിച്ചിക്കയും എല്ലാം കൂടെ അതും റെഡിയായിട്ടുണ്ട്. നമ്മളെ ജോലിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഒഴിക്കാനായിട്ടുണ്ട്. മീൻ, ഞണ്ട് കറി, നവരക്കറി.